വയനാട് ദുരന്ത ബാധിതരെ കൈയൊഴിഞ്ഞ കേന്ദ്ര സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരുടെ വായ്പ എഴുതിത്തള്ളൽ ശുപാർശയ്ക്ക് അധികാരമില്ലെന്ന ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി കേന്ദ്ര സർക്കാർ. ദുരന്ത നിവാരണ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് മാർച്ചിൽ ഒഴിവാക്കിയെന്നും കേന്ദ്ര സർക്കാർ. തിയോഫിനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. തിയോഫിൻ, ദുരന്തമുണ്ടായി ഈ നിമിഷം വരെ ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ദുരന്തബാധിതർക്കായി യാതൊന്നും കേന്ദ്രം ചെയ്തിട്ടില്ല. ഇപ്പോൾ ദുരന്തബാധിതരെ പൂർണ്ണമായും അവഗണിക്കുകയാണ് കേന്ദ്ര സർക്കാർ. തീർച്ചയായും ആര്യ, അതായത് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ദുരന്ത ബാധിതരെ കൈയൊഴിയുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. യാതൊരു രീതിയിലുള്ള ഒരു പരിഗണനയും കേന്ദ്രം ഇതുവരെ കാണിച്ചിട്ടില്ല. അത് ആവർത്തിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി പോലും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇവരുടെ വായ്പകൾ, ദുരന്ത ബാധിതരുടെ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ ഇരയായവരുടെ വായ്പകൾ, ബാങ്ക് വായ്പകൾ എഴുതി തള്ളുന്നതിൽ എന്താണ് നിലപാടെന്ന് അറിയിക്കാനായി കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും ഏതൊരു രീതിയിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടി, അതായത് ദുരന്തബാധിതർക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. നിലവിൽ ഇതിൽ നിന്ന് കൈയൊഴിയുന്ന ഒരു തന്ത്രമാണ് തങ്ങൾക്ക്, അതായത് കേന്ദ്രത്തിന് ഇതിന് സാധിക്കില്ല എന്ന രീതിയിലാണ് മറുപടി നൽകിയിട്ടുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റിക്ക്. കാരണം ഇതിനെ ശുപാർശ നൽകേണ്ടത് ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ദുരന്തമായതിനാൽ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇതിന് ശുപാർശ നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഒഴിവാക്കുകയായിരുന്നു. കാരണം ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ അറിയിച്ചത് ഈ വിഷയവും അല്ലെങ്കിൽ ഇത്തരത്തിൽ വായ്പ എഴുതള്ളുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമം, അതിനുള്ള വകുപ്പുണ്ട്. ആ വകുപ്പ് കഴിഞ്ഞ മാർച്ചിൽ ഒഴിവാക്കിയിരുന്നു എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചത്. അതിനാൽ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇതിന് സാധിക്കില്ല എന്നാണ് ഇന്നലെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. ഈ സത്യവാങ്മൂലം നാളെ കോടതി പരിഗണിക്കുന്നതെന്നാണ് അറിയുന്നത്. എന്തായാലും ദുരന്ത നിവാരണ നിയമപ്രകാരം വായ്പ എഴുതി തള്ളാൻ കേന്ദ്രത്തിന് അധികാരമില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രം ഹൈക്കോടതിയിൽ പറയുന്നത്. കേന്ദ്രത്തിന് വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കൃത്യമായി നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും ദുരന്ത ബാധിതർക്ക് വേണ്ടി അനുകൂലമായി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇതുവരെയും കേന്ദ്രം തയ്യാറായിട്ടില്ല. തന്നെയുമല്ല, ദുരന്ത ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇതുവരെ യാതൊരു സഹായവും കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുമില്ല. തിയോഫിൻ, അത് തന്നെയാണ്, അത്തരത്തിലൊരു ന്യായീകരണം മാത്രമാണ് കേന്ദ്ര സർക്കാർ ഈ സത്യവാങ്മൂലത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ദുരന്ത നിവാരണ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് മാർച്ചിൽ ഒഴിവാക്കി എന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അതല്ലാതെ മറ്റൊരു ന്യായീകരണവും ഇതിൽ കേന്ദ്രത്തിന് പറയാനില്ല. തീർച്ചയായും, അതായത് ഇപ്പോൾ കേന്ദ്രം പറയുന്നത്, കേന്ദ്ര സർക്കാർ ഇടപെടുന്ന രീതിയിലല്ല. ഇതിൽ ഈ ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതി തള്ളുന്ന കാര്യത്തിൽ ശുപാർശ നൽകാൻ കേന്ദ്രത്തിന് അധികാരമില്ല. എന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അധികാരം അതില്ല. അത് ആ ഒരു നിയമം എടുത്തു മാറ്റിയതിലൂടെ അത് ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്കും ഇത്തരത്തിൽ വായ്പ എഴുതി തള്ളുന്നതിനായി ശുപാർശ ചെയ്യുന്നതിന് അധികാരമില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാരിനോ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയോ യാതൊരു രീതിയിലും ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട ഒരു ശുപാർശയും ഹൈക്കോടതിയിൽ നൽകില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നൽകിയ സത്യവാങ്മൂലം ഇന്നലെയാണ് സത്യവാങ്മൂലം നൽകിയത്. ഇത് നാളെ ഹൈക്കോടതി പരിഗണിക്കും. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.